ഈ വീഡിയോയിൽ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇംപെർഫെക്ഷൻസ് ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അപ്പോൾ നമ്മൾ എന്താണ് ക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ സോൾഡിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് ഒരു മോൾട്ടൺ ലിക്വിഡ് മെറ്റൽ അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് എന്താണ് ട്രാൻസിഷൻ ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത് സോൾഡിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ എന്നൊക്കെ പറയുന്നത് പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റലൈൻ സോൾഡ് ഫോം ചെയ്ത ശേഷവും അതിനകത്ത് എന്ന് പറയുന്നത് ചില ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അവിടെ ഇംപെർഫെക്ഷൻസ് ഉദ്ദേശിക്കുന്നത് ആറ്റംസ് അറേഞ്ച് ചെയ്തേക്കുന്ന ആ ഒരു പാറ്റേണിലുണ്ടാകുന്ന വ്യതിയാനം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കണ്ടിന്യൂറ്റി നഷ്ടമാകുക. അപ്പോൾ അതിനെല്ലാം നമുക്ക് ആ ഒരു ക്രിസ്റ്റലൈൻ സോൾഡ്സിലെ ഇംപെർഫെക്ഷൻസ് ആയിട്ട് പറയാം. അപ്പോൾ താഴോട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കത് കുറച്ചുകൂടി വ്യക്തമാകും. എനിക്ക് തോന്നുന്നത് ഹയർ സെക്കൻഡറി ലെവലിൽ നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കണം. ഹയർ സെക്കൻഡറിയിൽ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം. സോ ഇംപെർഫെക്ഷൻസ് ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ ഫസ്റ്റ് വൺ ആണ് പോയിന്റ് ഡിഫക്ട്സ് അഥവാ സീറോ ഡയമെൻഷണൽ ഡിഫക്ട്സ്. പോയിന്റ് ഡിഫക്ട്സ് എന്ന് അതിനെ വിളിക്കാൻ കാരണം അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആയിരിക്കാം. അതിനാണ് നമ്മൾ പോയിന്റ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഡിഫക്റ്റിൻ്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 1 or 2 അറ്റോമിക് സ്പേസിങ്ങിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഏതർ 1 or 2 അറ്റോമിക് സ്പേസിങ്ങിൽ ആ പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് കഴിയും. അതുകൊണ്ടാണ് അതിന് നമ്മൾ പോയിന്റ് ഡിഫക്റ്റ് ഓർ സീറോ ഡയമെൻഷണൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ് ഡിഫക്റ്റിനകത്ത് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വേക്കൻസി ഡിഫക്റ്റ്. എന്താണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, ആൻ ആറ്റം ഈസ് മിസ്സിംഗ് ഫ്രം ദ റെഗുലർ അറ്റോമിക് സൈറ്റ് ഓൺ ദി ക്രിസ്റ്റൽ ലാറ്റിസ്. അതായത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ ആറ്റം ഇരിക്കേണ്ടുന്ന സ്ഥാനത്ത് നിന്ന് അത് മിസ്സിംഗ് ആണ്, ആ സ്ഥലം വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അതിനാണ് നമ്മളെന്ന് പറയുന്നത് വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ വേക്കൻസി ഡിഫക്റ്റ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ഇംപെർഫെക്റ്റ് പാക്കിംഗ് ഡ്യൂറിങ് സോൾഡിഫിക്കേഷൻ ഓർ ഡ്യൂ ടു തെർമൽ വൈബ്രേഷൻസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ സോൾഡിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇംപെർഫെക്റ്റ് പാക്കിങ് മൂലമോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്ന വഴി ഉണ്ടാകുന്ന ഹൈ തെർമൽ വൈബ്രേഷൻ കാരണം ഈ റെഗുലർ ലാറ്റിസൈൽ ഇരിക്കുന്ന ഒരു ആറ്റം എന്ത് ചെയ്യാം, അവിടെ നിന്ന് ചിലപ്പം അത് അവിടെ നിന്ന് തെറിച്ച് പോകാം ഡ്യൂ ടു ഹൈ എനർജി കാരണം. അപ്പം അങ്ങനെ അവിടെ ഒരു വേക്കൻസി ഫോം ചെയ്യാം. അപ്പോൾ ഇതിനാണ് നമ്മൾ വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ആൻ ആറ്റം ഈസ് മിസ്സിംഗ് ഫ്രം ഇറ്റ്സ് റെഗുലർ അറ്റോമിക് സൈറ്റ് ഫ്രം ദി ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് കാണിക്കാം. അപ്പോൾ ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതിൽ എന്താണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് പറഞ്ഞത് ആൻ ആറ്റം ഈസ് മിസ്സിംഗ് ഫ്രം ഇറ്റ്സ് റെഗുലർ അറ്റോമിക് സൈറ്റ്. അതായത് കാണിച്ചേക്കുന്നുണ്ടോ, ഇവിടെ ഒരു ആറ്റം മിസ്സിംഗ് ആണ്. അപ്പോൾ അതിനാണ് നമ്മളെന്തെന്ന് പറയുന്നത് വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. വേക്കൻസി ഡിഫക്റ്റ്. സോ വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഇറ്റ് ഈസ് എ പോയിന്റ് ഡിഫക്റ്റ് ഓർ സീറോ ഡയമെൻഷണൽ ഡിഫക്റ്റ് ആണ്. സോ ആറ്റം ഈസ് മിസ്സിംഗ് ഫ്രം ഇറ്റ്സ് റെഗുലർ അറ്റോമിക് സൈറ്റ് ഈസ് നോൺ ആസ് എ വേക്കൻസി ഡിഫക്റ്റ്. നെക്സ്റ്റ് പോയിന്റ് ഡിഫക്റ്റിനകത്ത് വരുന്നതാണ് സെൽഫ് ഇൻറ്റർസ്റ്റീഷ്യൽ ഓർ ഇൻറ്റർസ്റ്റീഷ്യൽ സി. എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. In this defect, an atom squeezes into the space between normal lattice positions, that is interstitial position. അതായത് ഒരു ആറ്റം അതിൻ്റെ നോർമൽ സൈറ്റിൽ നിന്ന് മാറി ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനകത്തോട്ട് ഒക്യുപ്പൈ ചെയ്യുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് സെൽഫ് ഇൻറ്റർസ്റ്റീഷ്യൽ ഓർ ഇൻറ്റർസ്റ്റീഷ്യൽ സി എന്ന് പറയുന്നത്. അവിടെ സെൽഫ് ഇൻറ്റർസ്റ്റീഷ്യൽ എന്ന് പറയാൻ കാരണം ഏതു മെറ്റീരിയലിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസ് ആണോ ആ മെറ്റീരിയലിൻ്റെ ആറ്റം തന്നെയായിരിക്കും ആ ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നത്. അല്ലാതെ ചില കേസിൽ ചിലപ്പോൾ ഇമ്പ്യൂരിറ്റി ആറ്റംസ് വന്ന് ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷൻ ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ ഒക്യുപ്പൈ ചെയ്യുക. അത് മറ്റൊരു തരത്തിലുള്ള ഒരു ഡിഫക്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻറ്റർസ്റ്റീഷ്യൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. സെൽഫ് ഇൻറ്റർസ്റ്റീഷ്യൽ ഓർ ഇൻറ്റർസ്റ്റീഷ്യൽ സി. സോ ഇത് ഏത് മെറ്റീരിയലിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസ് ആണോ എടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോപ്പറിൻ്റെ എടുക്കുകയാണെങ്കിൽ കോപ്പർ ആറ്റം അതിൻ്റെ റെഗുലർ അറ്റോമിക് സൈറ്റ് വിട്ടിട്ട് ആ ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ പോയിരിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് സെൽഫ് ഇൻറ്റർസ്റ്റീഷ്യൽ സി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സെൽഫ് ഇൻറ്റർസ്റ്റീഷ്യൽ എന്ന് പറയുന്ന ആ ഒരു ഡിഫക്റ്റ് അല്ലെ ആ ഒരു പോയിന്റ് ഡിഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ ഇൻ ദി ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത് ഒരു വേക്കൻസി ഡിഫക്റ്റിനേക്കാളും ഹയർ ആയിരിക്കും. ഇത്
ഇതുകൊണ്ടുണ്ടാകുന്ന ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ ഈ കാണിച്ചേക്കുന്നതാണ് ഒരു സെൽഫ് ഇൻറ്റർസ്റ്റീഷ്യൽ ഓർ ഇൻറ്റർസ്റ്റീഷ്യൽ സി എന്ന് പറയുന്നത്. അതായത് റെഗുലർ ലാറ്റിസായിട്ട് ഇരിക്കേണ്ടുന്ന ഒരു ആറ്റം വന്ന് ഈ ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്തേക്കുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ സി അല്ലെങ്കിൽ സെൽഫ് ഇൻറ്റർസ്റ്റീഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയിന്റ് ഡിഫക്റ്റിൽ 2 പറഞ്ഞു. അടുത്ത മൂന്നാമത്തത് ഇമ്പ്യൂരിറ്റീസ്. ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഒരു ഫോറിൻ മെറ്റീരിയൽസിൻ്റെ ആറ്റത്തിനെയാണ് നമ്മൾ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഗോൾഡ് എന്ന് പറയുന്ന മെറ്റലിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഗോൾഡ് ആറ്റംസ് മാത്രമേ കാണാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ കോപ്പർ ആറ്റം വന്നു കഴിഞ്ഞാൽ എന്താണ്, കോപ്പർ ഒരു ഇമ്പ്യൂരിറ്റി ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ഫോറിൻ മെറ്റീരിയൽസിൻ്റെ ആറ്റം എന്താണ്, ഒരു ഗിവൺ മെറ്റീരിയലിൻ്റെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് കയറിയിരിക്കുകയാണെങ്കിൽ അതിന് നമുക്കൊരു ഇമ്പ്യൂരിറ്റി എന്ന് പറയാം. ഇനി ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് 2 തരമുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി ഉണ്ട്, ഇൻറ്റർസ്റ്റീഷ്യൽ ഇമ്പ്യൂരിറ്റി ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫോറിൻ ആറ്റം ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓർ റീപ്ലേസസ് എ പേരൻ്റ് ആറ്റം ഇൻ ദ ക്രിസ്റ്റൽ അറ്റ് എ റെഗുലർ സൈറ്റ്. അതായത് ഒരു ഫോറിൻ ആറ്റം വന്നിട്ട്, അതായത് ഇമ്പ്യൂരിറ്റി ആറ്റം വന്നിട്ട് നോർമൽ ലാറ്റിസൈറ്റ് ഇരിക്കുന്ന റെഗുലർ ആറ്റത്തിനെ മാറ്റിയിട്ട് അവിടെ കയറിയിരിക്കും. അതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അതേസമയം ഇൻറ്റർസ്റ്റീഷ്യൽ ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഫോറിൻ ആറ്റം അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽസിൻ്റെ ആറ്റത്തിനാണല്ലോ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റി ആറ്റത്തിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ അത് വന്നിട്ട് ഈ റെഗുലർ ക്രിസ്റ്റൽ ലാറ്റിസിലെ ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ കയറിയിരിക്കും. കാര്യം അതിന് മറ്റൊരു ആറ്റത്തിന് റീപ്ലേസ് ചെയ്ത് അവിടെ കയറിയേണ്ട കാര്യമില്ല. ഇവിടുത്തെ ആ ആറ്റത്തിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് അത് ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ അത് ഫിറ്റ് ആവും. അപ്പോൾ അവിടെ കയറിയിരിക്കും. അതിനാണ് നമ്മളെന്ന് പറയുന്നത് ഇൻറ്റർസ്റ്റീഷ്യൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റി ആറ്റംസിൻ്റെ പ്രസൻസ് കൊണ്ട് എന്താണ് ഒരു ക്രിസ്റ്റലിന് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആർ അഫക്റ്റഡ് ബൈ ദി പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റി ആറ്റംസ്. അപ്പോൾ ഒരു ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി അതിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂടാം കുറയാം. നമ്മൾ ഈ ഡോപ്പിംഗ് എന്നൊക്കെ പഠിച്ചിട്ടില്ലയോ, സെമി കണ്ടക്ടറിൻ്റെ ആ ഒരു കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടക്ടിവിറ്റി വേരി ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇമ്പ്യൂരിറ്റി ആറ്റം ഏതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റിയൊക്കെ അത് അഫക്റ്റ് ചെയ്യും, ചിലപ്പോൾ കൂടാം കുറയാം. ഇറ്റ് ആൾസോ കോസ് ലോക്കൽ ഡിസ്റ്റോർഷൻ ഇൻ ദി ലാറ്റിസ്. അപ്പോൾ ഇതാണ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി ഉണ്ടോ, ആ നോർമൽ ആറ്റത്തിൻ്റെ ഓൾമോസ്റ്റ് അതേ സൈസ് തന്നെയാണ്. അതുകൊണ്ട് ആ നോർമൽ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ കയറിയിരിക്കുകയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അതേസമയം ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഇൻറ്റർസ്റ്റീഷ്യൽ ഇമ്പ്യൂരിറ്റി ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചെറുതാണ്. സോ അതിനാ ഈസി ആയിട്ട് ആ ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ കയറിയിരിക്കാം. സോ അതിനാണ് നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പോയിന്റ് ഡിഫക്റ്റ് അഥവാ 0 ഡയമെൻഷണൽ ഡിഫക്റ്റിനകത്ത് വരുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ വേക്കൻസി ഡിഫക്റ്റ്, ആൻ ആറ്റം ഈസ് മിസ്സിങ് ഫ്രം ദി റെഗുലർ അറ്റോമിക് സൈറ്റിനാണ് നമ്മൾ വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സെൽഫ് ഇൻറ്റർസ്റ്റീഷ്യൽ ഓർ ഇൻറ്റർസ്റ്റീഷ്യൽ സി, അതായത് ഏത് മെറ്റീരിയലിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസ് ആണോ എടുക്കുന്നത് അവിടുത്തെ ഒരു ആറ്റം അതിൻ്റെ റെഗുലർ സൈറ്റ് ഇരിക്കാതെ എന്ത് ചെയ്യുന്നു, ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഇരിക്കുന്നതിന് നമ്മളെന്ന് പറയുന്നത് സെൽഫ് ഇൻറ്റർസ്റ്റീഷ്യൽ സി എന്ന് പറയുന്നത്. തേർഡ് വൺ ഇമ്പ്യൂരിറ്റി. 2 തരമുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റിയും ഇൻറ്റർസ്റ്റീഷ്യൽ ഇമ്പ്യൂരിറ്റിയും. സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ ആ റെഗുലർ ആറ്റത്തിനെ മാറ്റിയിട്ട് ആ പൊസിഷനിൽ ഒരു ഇമ്പ്യൂരിറ്റി ആറ്റം വന്നിരിക്കുന്നു. ഇൻറ്റർസ്റ്റീഷ്യൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ ആ ഇമ്പ്യൂരിറ്റി ആറ്റത്തിൻ്റെ സൈസ് ചെറുതായിരിക്കും. അപ്പോൾ അതെന്തോ ഇൻറ്റർസ്റ്റീഷ്യൽ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇംപെർഫെക്ഷൻസിനകത്ത് വരുന്നത്, അതായത് 0 ഡയമെൻഷണൽ ഡിഫക്റ്റിനകത്ത് വരുന്നത്. ഇനി ഇത് കൂടാതെ അയോണിക് മെറ്റീരിയൽസിനകത്ത് വരുന്ന അല്ലെങ്കിൽ അയോണിക് ക്രിസ്റ്റൽസിനകത്ത് വരുന്ന 2 പോയിന്റ് ഡിഫക്റ്റ് കൂടെ നമുക്ക് പറയാനുണ്ട്. അയോണിക് ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പം ഒരു അയോണിക് ക്രിസ്റ്റൽസ് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാറ്റയോൺ ആനയോണും ആയിരിക്കും ആ ക്രിസ്റ്റൽ ഫോം ചെയ്തേക്കുന്നത്. അപ്പം കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമ്മൾ കാറ്റയോൺ എന്നും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമ്മൾ ആനയോൺ എന്നും പറയും. അപ്പോൾ ആനയോൺ നെഗറ്റീവ്ലി ചാർജറും കാറ്റയോൺ പോസിറ്റീവ്ലി ചാർജറും. അപ്പോൾ ഇങ്ങനെ ഈ കാറ്റയോണും ആനയോണും അതായത് അയോൺസ് ഫോം ചെയ്തേക്കുന്ന ഒരു ക്രിസ്റ്റലിനെ നമ്മൾ അയോണിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അയോണിക് ക്രിസ്റ്റലിനകത്തുള്ള 2 ഡിഫക്റ്റുകളാണ് ഫ്രങ്കൽ ഡിഫക്റ്റും ഷോർട്ട്കി ഡിഫക്റ്റും. സോ ദീസ് ഡിഫക്ട്സ് ആർ ഒബ്സർവ്ഡ് ഇൻ അയോണിക് ക്രിസ്റ്റൽസ്.
അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ അയോണിക് ക്രിസ്റ്റൽസിനകത്ത് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ കൂടി തന്നെയും അതിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് ആ ക്രിസ്റ്റലിനകത്തുള്ള നമ്പർ ഓഫ് കാറ്റയോൺസ് മസ്റ്റ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ആനയോൺസ് ആയിരിക്കണം. അങ്ങനെ അത് സാറ്റിസ്ഫൈ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. സോ ഈവൻ ദോ ദർ ഈസ് സം കൈൻഡ് ഓഫ് ഡിഫക്റ്റ് പ്രസൻറ്റ് ഇൻ എ അയോണിക് ക്രിസ്റ്റൽ, ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ്. സോ ഇനി എന്താണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് നോക്കാം. ഫ്രങ്കൽ ഡിഫക്റ്റ്, when an ion, usually cation, is displaced from a regular site to another site is called ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ ഒരു അയോണിക് ക്രിസ്റ്റലിൻ്റെ പോയിന്റ് ഇംപെർഫെക്ഷൻസിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കരുതിയത് ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അയോണിക് ക്രിസ്റ്റൽസിനകത്ത് കാറ്റയോണും ആനയോണും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിൽ കാറ്റയോൺ എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആനയോണിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കും, അതേസമയം ആനയോൺ ലാർജറും ആയിരിക്കും. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ആ ലാർജ് സ്പിയേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ആനയോൺ ആൻഡ് സ്മാളർ സ്പിയേഴ്സ് റെപ്രസെൻറ്റ്സ് കാറ്റയോൺ. സോ കാറ്റയോൺ പോസിറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് കാറ്റയോണിൻ്റെ സൈസ് ചെറുതും, ആനയോൺ നെഗറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വലുതുമായിരിക്കും. അപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്? ഒരു അയോൺ എന്ന് പറയുന്നത് അതിൻ്റെ റെഗുലർ സൈറ്റിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് മറ്റൊരു സൈറ്റിലേക്ക് പോയിരിക്കുന്നതിനാണ് നമ്മൾ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ ഫ്രങ്കൽ ഡിഫക്റ്റിൽ കൂടുതലും ആ ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഏത് അയോണാണ് ആ ഒരു റെഗുലർ സൈറ്റിൽ നിന്ന് മാറി മറ്റൊരു പൊസിഷനിലേക്ക് പോയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കേസിൽ ഒരു കാറ്റയോൺ ആയിരിക്കും. കാര്യം ഇവിടുത്തെ ആ ഫ്രങ്കൽ ഡിഫക്റ്റിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ഈ ലാർജ് സ്പിയർ എന്ന് പറയുന്നത് ആനയോണും ഈ സ്മാൾ സ്പിയർ എന്ന് പറയുന്നത് കാറ്റയോണാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാറ്റയോൺ ഉണ്ടായിരുന്നു. ഈ കാറ്റയോൺ ഈ പൊസിഷനിൽ നിന്ന് മാറി ഈ ഒരു പൊസിഷനിലേക്ക് മാറിയിരിക്കുന്നു. അപ്പം ആൻ അയോൺ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് റെഗുലർ സൈറ്റ് ടു അനദർ സൈറ്റ്. അതിനാണ് നമ്മളെന്ന് പറയുന്നത് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പം സൈസ് ചെറുതായതുകൊണ്ട് കാറ്റയോണിനായിരിക്കും ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കാൻ ഏറ്റവും കൂടുതൽ ടെൻഡൻസി കൂടുതൽ. അതേസമയം ഈ ലാർജർ വണ്ണിന് ഇവിടുന്ന് മാറിയിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പ്രയാസമാണ്. സോ മോസ്റ്റ് ഓഫ് ദ കേസിലും കാറ്റയോൺ ആയിരിക്കും ഈ ഒരു റെഗുലർ സൈറ്റിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു കാറ്റയോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയിരുന്നത് കൊണ്ട് അവിടെ എന്താണ്, പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയിലൊരു വ്യത്യാസം വരുന്നില്ല. അതായത് നമ്പർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്ന സ്റ്റിൽ നമ്പർ ഓഫ് ആനയോൺ തന്നെയാണ്. ആ കാറ്റയോൺ അങ്ങ് പോയിട്ടില്ല, അത് അവിടെ നിന്ന് മാറിയിരുന്നേ ഉള്ളൂ. ആ ക്രിസ്റ്റൽ ലാറ്റിസ് വിട്ട് അത് പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഈവൻ ദോ അയോണിക് ക്രിസ്റ്റൽസിനകത്ത് എന്താണ് ഡിഫക്റ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, അതിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു അയോൺ അതിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ് ആവുന്നതിനാണ് നമ്മൾ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഫ്രങ്കൽ ഡിഫക്റ്റിൻ്റെ കേസിൽ മോസ്റ്റ് ഓഫ് ദ ടൈമും അല്ലെങ്കിൽ എന്താണ് യൂഷ്വലി കാറ്റയോൺ ആയിരിക്കും ഇങ്ങനെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ് ആവുന്നത്. രണ്ടാമത് പറയാനുള്ളതാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, when a pair of cation and anion is missing from the crystal lattice of an ionic crystal is known as short key defect. അതായത് ഒരു ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോണും ആനയോണും ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്ന് മിസ്സാവുകയാണെങ്കിൽ അതിന് നമുക്ക് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയാം. ഇവിടെ ഈ ഫിഗറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ആനയോൺ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കാറ്റയോൺ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നിന്നൊരു ആനയോണും ഇവിടെ നിന്നൊരു കാറ്റയോണും എന്താണ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു കാറ്റയോണും ഒരു ആനയോണുമാണ് മിസ്സായത്. അതായത് ഒരു പോസിറ്റീവ് ചാർജ് കമ്പോണൻറ്റും ഒരു നെഗറ്റീവ് ചാർജ് കമ്പോണൻറ്റും. അപ്പോൾ എന്താണ്, രണ്ട് ഓരോന്ന് വെച്ച് പോയതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്ക് ഒരു വ്യത്യാസം വന്നിട്ടില്ല. മറിച്ച് രണ്ട് കാറ്റയോൺ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്തുവാനെ, അതിൻ്റെ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞ് നെഗറ്റീവ് ആയേനെ. അല്ലെങ്കിൽ രണ്ട് ആനയോൺ മിസ്സിങ് ആയിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ, നെറ്റ് ചാർജ് പോസിറ്റീവ് ആയേനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്താണ് അയോണിക് ക്രിസ്റ്റൽസിൻ്റെ കേസിലാകുമ്പോൾ. സോ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ മിസ്സിങ് ഫ്രം ദി ലാറ്റിസ് സൈറ്റിനാണ് നമ്മളെന്ന് പറയുന്നത് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഫ്രങ്കൽ ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും എന്ന് പറയുന്നത് അയോണിക് ക്രിസ്റ്റൽസിനകത്തുള്ള പോയിന്റ് ഡിഫക്റ്റാണ്. പലരും തെറ്റിക്കാറുണ്ട്, അപ്പോൾ അത് ഓർത്ത് ചെയ്യുക. ഫ്രങ്കൽ ആൻഡ് ഷോർട്ട് കീ ഡിഫക്ട്സ് ആർ ഡിഫക്ട്സ് ഫൗണ്ട് ഇൻ അയോണിക് ക്രിസ്റ്റൽ. ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ മിസ്സിങ് ഷോർട്ട് കീ ഡിഫക്റ്റും, ആൻ അയോൺ
is displaced from its regular site to another position is known as Frenkel defect. അപ്പോൾ എത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലൈൻ ഡിഫക്റ്റ്. ഇംപെർഫെക്ഷൻസ് ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ രണ്ടാമത്തെ ഡിഫക്റ്റാണ് ലൈൻ ഡിഫക്റ്റ് അഥവാ വൺ ഡയമെൻഷണൽ ഡിഫക്റ്റ് എന്ന് പറയും. അതായത് ഇവിടെ നേരത്തെ പോയിന്റ് ഡിഫക്റ്റ് പറഞ്ഞപ്പോൾ എന്തുമായിരുന്നു, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ മാത്രം ഉള്ളതായിരുന്നു. അതിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 1 or 2 അറ്റോമിക് ഡിസ്റ്റൻസിനകത്ത് ആ പോയിന്റ് ഡിഫക്റ്റ് കഴിയുമായിരുന്നു. ഇനി ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു എലോങ് എ ലൈൻ, അതുകൊണ്ട് തന്നെ നമ്മൾ വൺ ഡയമെൻഷണൽ ഡിഫക്ട്സ് എന്ന് പറയാറുണ്ട്. സോ ലീനിയർ ഡിസ്റ്റർബൻസസ് ഓഫ് ദി അറ്റോമിക് അറേഞ്ച്മെൻറ്റ്സ് ആർ നോൺ ആസ് ഡിസ്ലൊക്കേഷൻസ്. അപ്പോൾ നമ്മൾ ഈ ലൈൻ ഡിഫക്റ്റിന് നമ്മൾ ഡിസ്ലൊക്കേഷൻ എന്നും പറയാറുണ്ട്. സോ ഡിസ്ലൊക്കേഷൻസ് ആർ 2 types. ഫസ്റ്റ് വൺ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആൻഡ് സെക്കൻഡ് വൺ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. അപ്പോൾ എന്താണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, എന്താണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് നോക്കാം. അപ്പോൾ മിക്കപ്പോഴും ഈ മെറ്റലർജിയിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആൻഡ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ നോക്കിയിരിക്കുക. സോ ഫസ്റ്റ് വൺ എഡ്ജ് ഡിസ്ലൊക്കേഷൻ. അപ്പോൾ എന്താണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് നോക്കാം. It is formed by the presence of an extra partial plane of atoms in a crystal. A disturbed region can be seen around the edge of the partial plane of atoms. അതായത് ഒരു ക്രിസ്റ്റലിനകത്ത് ഒരു പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റംസ് വന്നു ചേരുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്ലൊക്കേഷനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഫിഗറിലേക്ക് വരുമ്പോൾ ഇതായിരുന്നു ആദ്യം ഇനിഷ്യലി ഉണ്ടായിരുന്ന ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ഇതിലൊരു ഡിഫക്റ്റും ഇല്ല, ഇത് പെർഫെക്റ്റ് ക്രിസ്റ്റലാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പറഞ്ഞു എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഇറ്റ് ഈസ് എന്താണ് ഹാപ്പനിങ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എ പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റംസ്. അപ്പോഴൊരു പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റംസ് ഇതിലേക്ക് വന്ന് ചേരുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിസ്ലൊക്കേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ നെക്സ്റ്റ് ഫിഗറിൽ കാണിച്ചേക്കുന്നത്. കണ്ടോ, ഇവിടെ ABCD എന്ന് പറയുന്ന ഒരു പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റംസ് ഇവിടെ വന്ന് ചേർന്നു. അപ്പം മൊത്തത്തിൽ അതിൻ്റെ ആ ഒരു ഷേപ്പ് മാറിയത് കണ്ടോ. ആദ്യം കറക്റ്റ് ഒരു റെക്റ്റാങ്കുലർ ഫോമിൽ ഇരുന്നത് ഇപ്പോൾ കണ്ടോ ഒരു വല്ലാത്തൊരു ഷേപ്പായുണ്ടോ. അപ്പോഴിവിടെ ഒരു ഡിസ്ട്രോഷൻ നടന്നു. അവിടെ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ABCD എന്ന് പറയുന്ന ഒരു പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റംസ് വന്നു ചേർന്നു. അതായത് ABCD ഈ ഷെയ്ഡഡ് പോർഷനിൽ കാണിച്ചേക്കുന്ന ആ ഗ്രേ കളറിൽ കാണിച്ചേക്കുന്ന ആ ഒരു പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റംസ്. ഇതെന്ന് പറയുന്നത് ഈ ടോപ്പ് പോർഷനിൽ മാത്രമേ ഈ പ്ലെയിൻ ഉള്ളൂ, താഴേക്ക് ഈ പ്ലെയിൻ ഇല്ല. ഉണ്ടോ, ഇങ്ങോട്ടേക്ക് ആ പ്ലെയിൻ ഇല്ല. അതാണ് പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഡിസ്ട്രോഷനെയാണ് അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് എഡ്ജ് ഡിസ്ലൊക്കേഷനെയാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഇതിൻ്റെ സൈൻ എങ്ങനെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്, സിമ്പൽ, പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്താണ്, നെഗറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്താണെന്നൊക്കെ പറയാനുണ്ട്. പിന്നെ ഏത് ഡിസ്ലൊക്കേഷൻ ആണെങ്കിലും അത് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആയാലും സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ആയാലും അതിനകത്ത് ബർഗേഴ്സ് സർക്യൂട്ട്, ബർഗേഴ്സ് വെക്ടറും ഈ ഡിസ്ലൊക്കേഷൻ ലൈനും പാരലാണോ പെർപെൻഡിക്കുലർ ആണോ എന്നുള്ള കാര്യം ഉറപ്പായിട്ടും ഒരു എഡ്ജ് ഡിസ്ലൊക്കേഷൻ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരിക്കണം. ആ ബർഗേഴ്സ് വെക്ടറിൻ്റെ ആ ഒരു ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അത് സൂചിപ്പിച്ചിരിക്കണം. ഇപ്പോൾ ഇതിന് നമുക്കിനി എങ്ങനെ പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്നും നെഗറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്നൊക്കെ പറയാം. So if the extra plane, അതായത് partial plane of atoms is on the top half of the crystal, it is termed as positive and denoted by the symbol inverted T. ഇനി if the extra plane is at the bottom half of the crystal, it is termed negative and denoted by the symbol T. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ നേരത്തെ കാണിച്ച ഫിഗറിൽ ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആണോ നെഗറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആണോ എങ്ങനെ പറയാൻ പറ്റും. ഇവിടെ ഈ പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റംസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ടോപ്പ് പോർഷനകത്താണ്, അല്ലാതെ ബോട്ടം പോർഷനിലല്ല. സോ ഇതെന്ന് പറയുന്നത് എന്താണ്,
എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻവെർട്ടഡ് ടി എന്ന് പറയുന്ന ഷേപ്പിൽ വരും. ഓക്കെ. The region of the crystal where extra plane is present will be in compression and the other region will be in tension. അതായത് ഈ എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ്, ഇവിടുത്തെ കേസിൽ ABCD എന്ന് പറയുന്ന ആ എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ് അത് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് ലൊക്കേറ്റ് ചെയ്യുന്ന പോർഷനിൽ കംപ്രഷനിലായിരിക്കും. അതേസമയം അത് ഇല്ലാത്ത ഭാഗത്ത് എന്തുമായിരിക്കും? ടെൻഷനുമായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റംസ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു അവിടെ കംപ്രഷൻ ഉണ്ടാവും. അത് എവിടെ ഇല്ലാത്ത ഭാഗത്ത് എന്തോ ഉണ്ടാവും? ടെൻഷനും ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഷേപ്പ് തന്നെ ഉണ്ടാവും. ഇങ്ങനെ വന്നേക്കുന്നത് താഴോട്ട് പോയി വലിഞ്ഞടക്ക് പോയേക്കുന്നുണ്ടോ? താഴത്തെ പോർഷനിൽ ടെൻഷനും മേളിൽ കംപ്രഷനുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ബർഗേഡ് സർക്യൂട്ട് എന്താണെന്നാണ്. An atom by atom circuit drawn around the dislocation line is known as Burgers circuit, and the vector needed to close the circuit is known as Burgers vector. അപ്പോൾ an atom by atom circuit drawn around the dislocation line ആണ് നമ്മളെന്തെന്ന് പറഞ്ഞത്? ബർഗേഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കേസിൽ ഈ ABCD എന്ന് പറയുന്നതാണ് എക്സ്ട്രാ പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റംസിൻ്റെ ആ താഴത്തെ ആ പ്ലെയിൻ്റെ താഴത്തെ പോർഷൻ കണ്ടോ? അതായത് ഈ ലെങ്ത് ഈ AB എന്ന് പറയുന്ന ലൈൻ കണ്ടോ? ഇതാണ് ഇവിടുത്തെ ഡിസ്ലൊക്കേഷൻ ലൈൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കേസിൽ AB എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡിസ്ലൊക്കേഷൻ ലൈൻ. എഡ്ജ് ഡിസ്ലൊക്കേഷൻ്റെ കേസിൽ ആ ഡിസ്ലൊക്കേഷൻ ലൈൻ എന്ന് പറയുന്നത് AB ആണ്. അപ്പം ഈ ഡിസ്ലൊക്കേഷൻ ലൈന് എറൗണ്ടായിട്ട് നമ്മൾ ആറ്റം ബൈ ആറ്റം നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ ബർഗേഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതിവിടെ ഒരു ഡോട്ടർ ലൈൻ കാണിച്ചേക്കുന്നുണ്ടോ? ഈ ഡോട്ടർ ലൈൻ ഇങ്ങനെ വരച്ചേക്കുന്നു. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ ലൈനിന് എറൗണ്ടായിട്ട് നമ്മളിങ്ങനെ ഒരു ആറ്റം ബൈ ആറ്റം സർക്യൂട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചേക്കുന്നതിന് നമ്മൾ ബർഗേഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബർഗേഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് അതായത് ഒരു ഡിഫക്റ്റും ഇല്ലാത്ത ക്രിസ്റ്റലിൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും. കണ്ടോ? കണ്ട് ഈ കാണിച്ചേക്കുന്നുണ്ടോ ഒരു ഡോട്ടർ ലൈൻ? ആ ഡോട്ടർ ലൈൻ കാണിച്ചേക്കുന്നുണ്ടോ? ഇതാണ് ബർഗേഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇതൊരു എന്താണ്? ഒരു ഇംപെർഫെക്ഷനും ഇല്ലാത്ത ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇംപെർഫെക്ഷൻസ് ഇല്ലാത്തൊരു ക്രിസ്റ്റലിൻ്റെ കേസിൽ ഈ ബർഗേഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു നല്ലൊരു ക്ലോസ്ഡ് സർക്യൂട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. കണ്ടോ? ഇവിടുത്തെ കേസിൽ ബർഗേഡ് സർക്യൂട്ട്, ആ ഡോട്ടർ ലൈൻ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഈ ക്രിസ്റ്റലിനകത്ത് ഒരു ഇംപെർഫെക്ഷൻസ്, അതായത് ഇപ്പോൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇംപെർഫെക്ഷൻ എങ്ങനെ വരുന്നത്? ഇതിൻ്റെ മുകളിൽ ഒരു പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റംസ് വരും. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ നല്ല രീതിയിൽ ക്ലോസ് ആയിരുന്ന ഈ ബർഗേഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് ബ്രേക്ക് ആവും. അപ്പോൾ നമുക്ക് അതിനെ പിന്നീട് രണ്ടാമതൊരു വെക്ടർ വെച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്യേണ്ടി വരും. ആ വെക്ടറിനെയാണ് നമ്മൾ ബർഗേഡ്സ് വെക്ടർ എന്ന് പറയുന്നത്. എവിടെ നോക്കിക്കോ. അപ്പോൾ ബർഗേഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആറ്റം ബൈ ആറ്റം സർക്യൂട്ട്. ഈ വരച്ചേക്കുന്നുണ്ടോ? അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബർഗേഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടായിരിക്കും. അവിടെ ഒരു ഇംപെർഫെക്ഷൻസും ഇല്ലാത്തൊരു ക്ലോസ്ഡ് സർക്യൂട്ടായിരിക്കും ബർഗേഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. എവിടുത്തെ കേസിൽ? പെർഫെക്റ്റ് ക്രിസ്റ്റലിൻ്റെ കേസിൽ. അപ്പോൾ ഈ പെർഫെക്റ്റ് ക്രിസ്റ്റലിനകത്ത് ഒരു ഡിസ്ലൊക്കേഷൻ, എഡ്ജ് ഡിസ്ലൊക്കേഷൻ വരുമ്പോൾ, അതായത് പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റംസ് ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ സപ്പോസ് ഇങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? ആ നേരത്തെ നമ്മൾ കണ്ട ആറ്റം ബൈ ആറ്റം സർക്യൂട്ട് കണ്ടോ? അതിൻ്റെ ഷേപ്പ് മാറിയുണ്ടോ? അതെ, നേരത്തെ അങ്ങനെ ഇരുന്നത് ഇപ്പം ഇങ്ങനെ ഒരു കോണിക്കൽ ഷേപ്പൊക്കെ ആയി വന്നു. അതായത് ഇവിടെ വെച്ചിട്ട് അത് ബ്രേക്കായി. ഇനി നമുക്കൊരു വെക്ടർ വേണം ഇതിനെ ക്ലോസ് ചെയ്യാൻ. ആ ക്ലോസ് ചെയ്യാനുള്ള വെക്ടറിനെയാണ് ഈ വെക്ടർ B എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേട്ടോ? അതായത് നേരത്തെ ഇങ്ങനെ ഇരുന്ന സർക്യൂട്ട് എന്തുപോയി? ഇവിടെ എത്തിയപ്പോൾ ഈ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എക്സ്ട്രാ പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റംസ് ഉണ്ടായി. അത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് തന്നെയാണ് ഈ ലെങ്തും ഉണ്ടോ? അപ്പോൾ ഈ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഈ എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റംസ് കൊണ്ടുണ്ടായി അത് നമുക്ക്
ക്ലോസിങ് ഫോർമാറ്റിൽ വന്നില്ല. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ അത് നേരത്തെ സർക്യൂട്ട് തീർന്നു. ഇനി എന്ത് വേണം? നമുക്കൊരു വെക്ടർ വെച്ചിട്ട് ഇതിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ ബർഗേഴ്സ് സർക്യൂട്ട് ക്ലോസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ വെക്ടറിനെയാണ് നമ്മളിവിടെ ബി വെക്ടർ എന്നുകൊണ്ട് സൂചിപ്പിച്ചേക്കുന്നത്. അവിടെ സോളിഡ് ലൈനായിട്ടാണ് അത് വരച്ച് കാണിച്ചേക്കുന്നത്. കണ്ടോ? അപ്പോൾ ഈ വെക്ടറിനെയാണ് നമ്മൾ ബർഗേഴ്സ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് കാണാൻ സാധിക്കും, എഡ്ജ് ഡിസ്ലൊക്കേഷൻ്റെ കേസിൽ ഈ ബർഗേഴ്സ് വെക്ടർ ബി എന്ന് പറയുന്നത് ഡിസ്ലൊക്കേഷൻ ലൈൻ എ ബിക്ക് പെർപെൻഡിക്കുലറാണ്. ഡിസ്ലൊക്കേഷൻ ലൈൻ എ ബി എന്ന് പറയുന്നത് ഇങ്ങനെ അയക്കുന്നു, ബർഗേഴ്സ് വെക്ടർ ബി എന്ന് പറയുന്നത് ഇങ്ങനെ അയക്കുന്നു. സോ ബർഗേഴ്സ് വെക്ടർ ബി ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്ലൊക്കേഷൻ ലൈൻ എ ബി ഇൻ ദ കേസ് ഓഫ് എ എഡ്ജ് ഡിസ്ലൊക്കേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എഡ്ജ് ഡിസ്ലൊക്കേഷനോ സ്ക്രൂ ഡിസ്ലൊക്കേഷനോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബർഗേഴ്സ് വെക്ടർ ഡിസ്ലൊക്കേഷൻ ലൈനും തമ്മിൽ എന്താണ് പെർപെൻഡിക്കുലർ ആണ് എന്നുള്ള കാര്യം പറയാതിരിക്കരുത്. എഡ്ജ് ഡിസ്ലൊക്കേഷനിൽ പെർപെൻഡിക്കുലർ ആണ്, സ്ക്രൂ ഡിസ്ലൊക്കേഷനിൽ നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. സോ ഇൻ എ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ദ ബർഗേഴ്സ് വെക്ടർ ബി ആൻഡ് ദി ഡിസ്ലൊക്കേഷൻ ലൈൻ ഈസ് perpendicular to each other. So Burgers vector is the vector needed to close the Burgers circuit. So നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. An atom by atom circuit drawn around the dislocation line is known as Burgers circuit and the vector needed to close the circuit is known as Burgers vector. In perfect crystal, when there is no dislocation, the Burgers circuit will be closed without any mismatch. In the presence of dislocation, the Burgers circuit will not close perfectly. The vector needed to close the circuit is called Burgers vector. അതാണ് നേരത്തെ ഫിഗറിൽ കാണിച്ചു തന്നത്. പെർഫെക്റ്റ് എക്സിൻ്റെ കേസിൽ എന്തുവാണ്? ബർഗേഴ്സ് സർക്യൂട്ട് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും, അവിടെ ഒരു മിസ്മാച്ച് ഒന്നും ഉണ്ടാവില്ല. അതേസമയം ഒരു ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് പ്ലെയിൻ ഓഫ് ആറ്റംസ് വരുമ്പം നേരത്തെ ക്ലോസ്ഡ് ആയിരുന്ന ആ ഒരു ബർഗേഴ്സ് സർക്യൂട്ട് അവിടെ ബ്രേക്ക് ആവുകയും അതിനെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ടൊരു വെക്ടർ വേണ്ടി വരും. അതിന് നമ്മൾ ബർഗേഴ്സ് വെക്ടർ എന്ന് പറഞ്ഞത്. So the vector needed to close the circuit is called Burgers vector. Usually a dislocation is characterized by Burgers vector. In an edge dislocation, the Burgers vector is perpendicular to the dislocation line. Important point ആണത്, നോട്ട് ചെയ്തോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് രണ്ടാമത്തെ ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. So a screw dislocation can be thought of as a disturbed region formed by shear stress applied on the crystal such that a portion of the crystal is shifted relative to the other. ഇതിങ്ങനെ വായിച്ചുകൊണ്ടൊന്നും മനസ്സിലായി കാണില്ല, ഞാൻ ആ ഫിഗർ കാണിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ്റെ ഫിഗർ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആദ്യം എന്താണ് ഷിയറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാനായിട്ടാണ്. അപ്പോൾ ഒരു ഷിയറിങ് നടക്കുക വെച്ച് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇതിൽ ആ ഫസ്റ്റ് ഫിഗർ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കണ്ടോ, അതിൻ്റെ ആ ഒരു ബോട്ടം പോർഷൻ എ ബി എന്ന് പറയുന്നത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിൻ്റെ മേളിലത്തെ ഫേസ് സി ഡിക്ക് ടാൻജൻഷ്യലായിട്ട് ഞാനൊരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവിടെ ഷിയറിങ് നടക്കും. അല്ലെങ്കിൽ അവിടെ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ കഴിഞ്ഞാൽ ആ ബോഡിക്ക് അത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ അവിടെ ഷിയറിങ് നടന്ന അതിൻ്റെ ഷേപ്പ് എങ്ങനെ മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി സി ഡാഷ് ടി ഡാഷ് എന്ന് മാറും. നേരത്തെ കണ്ടോ സി ഡി എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരുന്ന ആ രണ്ട് കോർണറുകൾ സി ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്ന ന്യൂ പൊസിഷനിലോട്ട് മാറിയുണ്ടോ. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു ഷിയറിങ് എന്നുകൊണ്ടുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ സ്റ്റുഡൻ്റ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഷിയറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു ഫിഗർ വരച്ച് കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡീഫോർമേഷൻ നമ്മൾ ഷിയർ ഡീഫോർമേഷൻ എന്ന് പറയും, ഷിയർ ഡീഫോർമേഷൻ. സോ ഇനി നമുക്ക് എന്താണ് സ്ക്രൂ ഡിസ്ലൊക്കേഷനിൽ നടക്കുന്നതെന്ന് നോക്കാം. സോ സ്ക്രൂ ഡിസ്ലൊക്കേഷനിൽ പറഞ്ഞായിരുന്നു എന്താണ്, എ disturbed region formed by the shear stress applied on the crystal such that a portion of the crystal is shifted relative to the other. അപ്പോൾ ഇതാണ് ഒരു സ്ക്രൂ ഡിസ്ലൊക്കേഷൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കണ്ട ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഈ സെക്ഷൻ കണ്ടോ, ഈ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഷിയർ സ്ട്രെസ് വന്നപ്പോൾ ഈ പോർഷൻ, ഈ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് അവിടെ ആ ബോട്ടം പോർഷനെ അപേക്ഷിച്ച് മൂവ് ചെയ്ത് എന്താണ് റൈറ്റ് സൈഡിലോട്ട് പോയി. കണ്ടോ ഇവിടെ ഒരു ഈ ഫിഗർ കാണുന്നുണ്ടോ, അതായത് ഈ ടോപ്പ് പോർഷനും ഈ ബോട്ടം പോർഷനും കോയിൻസിഡൻ്റ് അല്ല, അല്ലെങ്കിൽ ഒരേ സൈഡല്ല, മറിച്ച് ഇത് എന്ന് പറയുന്ന ഒരു ഷിയർ സ്ട്രെസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്ത
മുഖേന എന്തോ പറ്റി, ഈ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്ത് അങ്ങ് കുറച്ചങ്ങ് നീങ്ങി പോയി. ബോട്ടം പോർഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഒരു ഡിസ്ലൊക്കേഷനാണ് നമ്മൾ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ ഇനി സ്ക്രൂ ഡിസ്ലൊക്കേഷനകത്ത് ഈ ബർഗേഴ്സ് വെക്ടർ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞു, എന്താണ് മനസ്സിലാവാത്തവർ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അതായത് ഇതൊരു ഒറ്റൊരു സിംഗിൾ ബ്ലോക്ക് ആയിരുന്നു ഇനിഷ്യലിൽ. ഇതിൻ്റെ ഒരു ടോപ്പ് പോർഷൻ ഈ PQRS എന്ന് പറയുന്ന ഈ സെക്ഷൻ കൺസിഡർ ചെയ്യുക. ഈ സെക്ഷൻ്റെ മേളിലുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്ന പോലത്തെ ഒരു ഷിയർ ഫോഴ്സ് പോലത്തെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് ഇതിനകത്ത് അപ്ലൈ ചെയ്തപ്പോൾ ഈ മേളത്തെ പോർഷൻ കുറച്ച് സ്ലൈഡ് ചെയ്ത് അങ്ങോട്ടങ്ങ് പോയി. അതാണ് ഈ ഫിഗറിൽ ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടോ? ഈ ഫിഗർ നിങ്ങൾക്ക് നല്ലോണം വ്യക്തമാകുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ? ഈ മുകളിലത്തെ പോർഷൻ കുറച്ച് സ്ലൈഡ് ചെയ്ത് അങ്ങോട്ടങ്ങ് പോയി. ബോട്ടം പോർഷൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ എഡ്ജ് ഡിസ്ലൊക്കേഷനിലൊരു ഡിസ്ലൊക്കേഷൻ ലൈൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഡിസ്ലൊക്കേഷൻ ലൈൻ ഏതാണെന്നായി നോക്കാം. ഈ PS അതാണ് ഇവിടുത്തെ ഡിസ്ലൊക്കേഷൻ ലൈൻ. ഇത് PS. അപ്പം ഈ ഡിസ്ലൊക്കേഷൻ ലൈന് എറൗണ്ടായിട്ട് നമ്മൾ വരയ്ക്കുന്ന ആറ്റം ബൈ ആറ്റം സർക്യൂട്ടിനെയാണ് നമ്മളെന്ന് പറയുന്നത് ബർഗേഴ്സ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഡോട്ടർ ലൈൻ കണ്ടോ? ഈ ഡോട്ടർ ലൈൻ എന്ന് പറയുന്നത് ബർഗേഴ്സ് സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്ത മൂലം ഇതിൻ്റെ മേളത്തെ കുറച്ച് ഭാഗം മൂവ് ചെയ്ത് അങ്ങോട്ടേക്ക് പോയി ബോട്ടം പോർഷൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതായത് ഇവിടെ എന്തുകൊണ്ട് ഒരു ഇംപെർഫെക്ഷൻ വന്നു കഴിഞ്ഞു. ഇംപെർഫെക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇതെന്താണ് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഈ ബർഗേഴ്സ് സർക്യൂട്ട് നിന്നേനെ അല്ലേ? അപ്പോൾ ഇംപെർഫെക്ഷൻ വന്നു കഴിഞ്ഞതുകൊണ്ട് ഈ നേരത്തെ ഉണ്ടായിരുന്ന റെക്റ്റാങ്കുലർ സർക്യൂട്ട് ഇപ്പോൾ ബ്രേക്കായി. അപ്പോൾ ആ റെക്റ്റാങ്കുലർ സർക്യൂട്ടിന് നമ്മൾ ബ്രേക്കായ സർക്യൂട്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബർഗേഴ്സ് വെക്ടർ B എന്ന് പറയുന്ന വെക്ടർ ഇവിടെ കാണിച്ചിരുന്നുണ്ടോ? നമ്മളിവിടെ വരച്ച് ജോയിൻ ചെയ്യുന്നു. അതായത് ഇവിടെ ഒരു ഡിഫക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. മറിച്ച് ഇവിടെ മേളത്തെ കുറച്ച് ടോപ്പ് പോർഷൻ ഷിയർ സ്ട്രെസ് മൂലം നീങ്ങി അങ്ങോട്ട് പോയതുകൊണ്ട് ഈ ബർഗേഴ്സ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബർഗേഴ്സ് വെക്ടർ വേണം. ആ ബർഗേഴ്സ് വെക്ടറാണ് ഇതായി വരച്ചേക്കുന്ന ബർഗേഴ്സ് വെക്ടർ B ഉണ്ടോ? അപ്പോൾ ഈ സ്ക്രൂ ഡിസ്ലൊക്കേഷനിൽ ബർഗേഴ്സ് വെക്ടറും നമ്മുടെ ഡിസ്ലൊക്കേഷൻ ലൈനും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബർഗേഴ്സ് വെക്ടർ എന്ന് പറയുന്നത് B ഇതാണ്. ഇതും ഡിസ്ലൊക്കേഷൻ ലൈൻ PS ഇതും തമ്മിൽ എങ്ങനെയാണ് വരുന്നത്? പാരലാണ് പെർപെൻഡിക്കുലറാണ്. ഡിസ്ലൊക്കേഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ PS ഇങ്ങനെ നിൽക്കുന്നു, ബർഗേഴ്സ് വെക്ടർ B ഇങ്ങനെ നിൽക്കുന്നു. So dislocation line PS and Burgers vector B are parallel to each other in case of a screw dislocation. In screw dislocation, the Burgers vector is parallel to the dislocation line. When a stress is applied to a material having dislocations, the dislocations move causing plastic deformation. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, എന്താണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ, എന്താണ് ബർഗേഴ്സ് സർക്യൂട്ട്, ബർഗേഴ്സ് വെക്ടർ, എഡ്ജ് ഡിസ്ലൊക്കേഷനിൽ ബർഗേഴ്സ് വെക്ടർ എങ്ങനെ ഏത് ഡയറക്ഷനിൽ വരുന്നു ഡിസ്ലൊക്കേഷൻ ലൈനായിട്ട്, അതേപോലെ സ്ക്രൂ ഡിസ്ലൊക്കേഷനിൽ ആ ഡിസ്ലൊക്കേഷൻ ലൈനും ബർഗേഴ്സ് വെക്ടറും എങ്ങനെ വരുന്നു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഇനി ഈ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിനകത്ത് വരുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിനി അങ്ങോട്ട് പോകുമ്പം പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ മെക്കാനിസം പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ എഡ്ജ് ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഡീഫോർമേഷനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ്റെ മൂവ്മെൻറ്റ് ഒരു മെറ്റീരിയലിനകത്ത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിനകത്ത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. When a stress is applied to a material having dislocations, the dislocations move causing plastic deformation. Edge dislocations move in the direction of Burgers vector, while screw dislocations move perpendicular to Burgers vector. സോ ഈ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് അറിഞ്ഞിരിക്കുക. എന്താണ് ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ നടക്കുക എന്നാണ് അതിൻ്റെ മീനിങ്.
So if there is a dislocation movement, that means there is plastic deformation. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് സർഫസ് ഡിഫക്ട്സ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് പോയിന്റ് ഡിഫക്റ്റ് അഥവാ 0 ഡയമെൻഷണൽ ഡിഫക്റ്റ് പഠിച്ചു, ലൈൻ ഡിഫക്റ്റ് അഥവാ 1 ഡയമെൻഷണൽ ഡിഫക്റ്റ് പഠിച്ചു. ഇനി അടുത്ത് പഠിക്കാനുള്ളത് സർഫസ് ഡിഫക്റ്റ് അഥവാ 2 ഡയമെൻഷണൽ ഡിഫക്റ്റ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് എന്താണ്, ഇതൊരു സർഫസിലുണ്ടാകുന്ന ഡിഫക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ഗ്രെയിൻ ബൗണ്ടറി. ഗ്രെയിൻ ബൗണ്ടറി എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താണ് സോൾഡിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് നിങ്ങൾ പഠിച്ചായിരുന്നു. എങ്ങനെ ഗ്രെയിൻ ഫോം ചെയ്യുന്നത്, എത്ര ഗ്രെയിൻ വരെ ഫോം ചെയ്യും, എന്താണ് ന്യൂക്ലിയേഷൻ, ഡെൻഡ്രൈറ്റിക് ഗ്രോത്ത്, ഗ്രെയിൻസ് എന്താണ്, ഗ്രെയിൻ ബൗണ്ടറി എന്താണ് നിങ്ങൾ പഠിച്ചതാണ്. സോ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത് തന്നെയാണ് ദ ഏരിയ എലോങ് വിച്ച് ദി ഗ്രെയിൻസ് മീറ്റ് ഈസ് നോൺ ആസ് ഗ്രെയിൻ ബൗണ്ടറി. So a grain boundary is a region of mismatch because atoms at the grain boundary are irregularly placed. ഈ ഫിഗർ നിങ്ങൾ ആദ്യമായിട്ട് കാണാനല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. സോ ഇവിടെ ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഗ്രെയിൻസിനെ വേർതിരിക്കുന്ന ഒരു ലൈനാണ്. സോ ഈ ഒരു പർട്ടിക്കുലർ ഗ്രെയിനിനകത്ത് ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓറിയൻറ്റേഷൻ ഉണ്ടാവും, ഈ ഒരു ഡയറക്ഷനിലാണ്. അതേസമയം ഈ ഒരു ഗ്രെയിനിനകത്ത് ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. സോ ഞാൻ ഈ മുമ്പ് പറഞ്ഞൊരു പോയിൻ്റാണ്, അറ്റോമിക് ഓറിയൻറ്റേഷൻ ഈസ് ഡിഫറൻറ്റ് എന്താണ് ഓൺ നെയ്ബറിങ് ഗ്രെയിൻസ്. അപ്പോൾ രണ്ട് നെയ്ബറിങ് ഗ്രെയിൻസ് എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് അഡ്ജസൻറ്റ് ഗ്രെയിൻസ് എടുക്കുവാണെങ്കിൽ, ഈ രണ്ട് അഡ്ജസൻറ്റ് ഗ്രെയിൻസിലെ അറ്റോമിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഗ്രെയിൻ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരു എന്താണ് ഒരു ഏരിയ ഓഫ് എന്താണ് അല്ലെങ്കിൽ ആ റീജിയൻ ഓഫ് മിസ്മാച്ച് ഫോം ചെയ്യാം. കാര്യം അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആറ്റംസ് എന്ന് പറയുന്നത് ഇറഗുലർലി പ്ലേസ്ഡ് ആയിരിക്കും ഈ രണ്ട് ഗ്രെയിൻ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ. അതായത് ഇവിടെ നോക്ക്, ഈ ഒരു ഗ്രെയിൻ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടോ, ആറ്റംസ് ഇറഗുലർലി പ്ലേസ്ഡ് ആണ്. കാര്യം എന്താണ്, ഈ രണ്ട് ഗ്രെയിനിലെയും അറ്റോമിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഗ്രെയിൻ ബൗണ്ടറി എന്ന് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിഫക്റ്റ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഗ്രെയിൻ ബൗണ്ടറി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിയൊരു കാര്യം പറയാനുള്ളത്, ഇതിനെ നമ്മൾ ഗ്രെയിൻ ബൗണ്ടറി ഡിഫക്റ്റ് എന്നും ടിൽറ്റ് ബൗണ്ടറി ഡിഫക്റ്റ് എന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഗ്രെയിൻ ബൗണ്ടറി ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് അഡ്ജസൻറ്റ് ഗ്രെയിൻസിൽ അറ്റോമിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ആ ഒരു അറ്റോമിക് ഓറിയൻറ്റേഷനിലുണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ഈ രണ്ട് അറ്റോമിക് ഓറിയൻറ്റേഷൻ രണ്ട് അഡ്ജസൻറ്റ് ഗ്രെയിൻസിലെ അറ്റോമിക് ഓറിയൻറ്റേഷൻ്റെ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ആംഗിൾ 10 ഡിഗ്രിക്ക് മേളിലാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രെയിൻ ബൗണ്ടറി ഡിഫക്റ്റ് എന്ന് പറയും. മറിച്ച് ആ രണ്ട് അഡ്ജസൻറ്റ് ഗ്രെയിൻസിലെ അറ്റോമിക് ഓറിയൻറ്റേഷൻ്റെ അറേഞ്ച്മെൻറ്റിലുണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ അതിനെ നമ്മൾ ടിൽറ്റ് ബൗണ്ടറി എന്ന് പറയും. മനസ്സിലായില്ലെങ്കിൽ അതങ്ങോട്ട് അതായത് ഈ ഒരു ഗ്രെയിൻ കൺസിഡർ ചെയ്യുക. ഈ ഡോട്ടർ ലൈൻ എന്ന് പറയുന്നത് ഈ ഗ്രെയിനിനെ വേർതിരിക്കുന്ന ഒരു ലൈനാണ്. സോ ഈ ഗ്രെയിനിലെ ആറ്റംസ് അറേഞ്ച് ചെയ്തേക്കുന്ന ആ ഒരു ഡയറക്ഷൻ ഇതാകണ്ടാവും, അതിന് ഞാൻ ഇങ്ങോട്ട് നീട്ടി വരച്ചേക്കുന്നത് ഈ ബോർഡർ ലൈൻ കാണിക്കുന്നതാണ്. അതേപോലെ ഈ ഗ്രെയിനിലെ ആറ്റംസ് അറേഞ്ച് ചെയ്തേക്കുന്ന ഡയറക്ഷൻ അതാണ് ഈ ബോർഡർ ലൈൻ കാണിക്കുന്നത്. സോ ഈ ഗ്രെയിനിലെ അറ്റോമിക് ഓറിയൻറ്റേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻ ഇത്, ഈ ഗ്രെയിനിലെ അറ്റോമിക് ഓറിയൻറ്റേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻ ഇത് തമ്മിലുള്ള ആംഗിൾ ഉണ്ടാവും, അതിനാണ് നമ്മൾ ആംഗിൾ ഓഫ് മിസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ആംഗിൾ ഓഫ് മിസ് അലൈൻമെൻറ്റ് 10 ഡിഗ്രിയോ അതിന് മേളിലോ ആണെങ്കിൽ അതിനെ നമ്മൾ ഗ്രെയിൻ ബൗണ്ടറി എന്നും, മറിച്ച് ഈ ആംഗിൾ ഓഫ് മിസ് അലൈൻമെൻറ്റ് 10 ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ അതിനെ നമ്മൾ ടിൽറ്റ് ബൗണ്ടറി എന്നും പറയും. സോ ഇവിടെ കണ്ടോ, ഇതേ ഈ ഗ്രെയിനും എടുക്കാം. ഈ ഗ്രെയിനിലെ അറ്റോമിക് അറേഞ്ച്മെൻറ്റിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈനാണിത്. കാര്യം ഈ ലൈൻ എലോങ് ദിസ് ലൈനാണ് ആറ്റംസ് ഈ ഗ്രെയിനകത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ ലൈൻ ഞാൻ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അതേപോലെ ഈ ഗ്രെയിനകത്ത് അറ്റോമിക് ഓറിയൻറ്റേഷനുള്ള ലൈനാണിത്. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ ഓഫ് മിസ് അലൈൻമെൻറ്റാണിത്. അപ്പം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ആംഗിൾ കൂടുതലും ഇതിൻ്റെ ആംഗിൾ കുറവുമാണ്. അപ്പോൾ ഇത് 10 ഡിഗ്രി അതിന് മേളിലോ ആണെങ്കിൽ ഇത് ഗ്രെയിൻ ബൗണ്ടറി എന്നും, 10 ഡിഗ്രിക്ക് താഴെ ആണെങ്കിൽ അതിന് ടിൽറ്റ് ബൗണ്ടറി എന്നും പറയും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഇത് അറ്റോമിക് ഓറിയൻറ്റേഷൻ changes as we move from one grain to another adjacent grain. If the atomic orientation difference between the neighboring grains is more than 10 degree, it is called a grain boundary. Next, tilt boundary. അതും സർഫസ് ഡിഫക്റ്റിനകത്ത് തന്നെ വരുന്നതാണ്.
If the atomic orientation difference between the neighboring crystals is less than 10 degree, it is called a tilt boundary. These are formed by when arrays of parallel edge dislocations of the same sign get arranged one above the other. രണ്ടാമത് പറഞ്ഞ പോയിന്റാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. രണ്ട് പാരലൽ എഡ്ജ് ഡിസ്ലൊക്കേഷൻസ് ഓഫ് ദി സെയിം സൈൻ അറേഞ്ച് വൺ ഓവർ ദി അതർ. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഒരു ടിൽറ്റ് ബൗണ്ടറി ഫോം ചെയ്യുന്നത് പറയുന്നുണ്ട്. ടിൽറ്റ് ബൗണ്ടറിക്ക് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റും കറക്റ്റാണ്. എന്താണ് ആംഗിൾ ഓഫ് മിസ്അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 10 ഡിഗ്രി ആണെങ്കിലും ടിൽറ്റ് ബൗണ്ടറി ആവും. സോ ഇത് ഗ്രെയിൻ ബൗണ്ടറി, ഇത് ടിൽറ്റ് ബൗണ്ടറി. അപ്പോൾ ഇത് രണ്ടും സർഫസ് ഡിഫക്റ്റ് ആണ്. ഇനി ഒന്നുകൂടി പഠിക്കാനുണ്ട്. ഇനി പഠിക്കാനുള്ളതാണ് ടിൻ ബൗണ്ടറി. ടിൻ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓൺ വൺ സൈഡ് ഓഫ് ദ ബൗണ്ടറി ഈസ് എ മിറർ ഇമേജ് ഓഫ് ദാറ്റ് ഓൺ ദി അതർ സൈഡ്, ദ ബൗണ്ടറി ഈസ് നോൺ ആസ് ടിൻ ബൗണ്ടറി. ടിൻ ബൗണ്ടറീസ് ഒക്കർ ഇൻ പെയർസ്. അപ്പോൾ ഇതാണ് ഒരു ടിൻ ബൗണ്ടറിയുടെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്, അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓൺ വൺ സൈഡ് ഓഫ് ദ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു മിറർ ഇമേജ് ഓഫ് ദാറ്റ് ഓൺ ദി അതർ സൈഡ്. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ടിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഗ്രെയിൻ ബൗണ്ടറി, ടിൽറ്റ് ബൗണ്ടറി, ടിൻ ബൗണ്ടറി, ഇതൊക്കെ എന്തുവാണ്, സർഫസ് ഡിഫക്റ്റ് ആണ്. ഇനി സർഫസ് ഡിഫക്റ്റിനകത്ത് അവസാനമായിട്ട് ഒരു ഇതുകൂടെ വരുന്നുണ്ട്. അതിന് നമ്മൾ സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയും. സ്റ്റാക്കിംഗ് ഫോൾട്ട് ഒക്കേഴ്സ് ഡ്യൂ ടു എറർ ഇൻ ദി സ്റ്റാക്കിംഗ് സീക്വൻസ്. അപ്പോൾ എന്താണ് സ്റ്റാക്കിംഗ് സീക്വൻസ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇവിടെ പറയുന്നുണ്ട്, ഫോർ FCC സ്ട്രക്ചർ ദ സ്റ്റാക്കിംഗ് സീക്വൻസ് ഈസ് ABC ABC ABC, and for HCP structure it is AB AB AB. If a change in stacking order occurs, for example if the stacking sequence of HCP changes from AB 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 to AB AB C AB AB, it is called a stacking fault. നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണില്ല, അത് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്താണെന്ന് പറയാൻ പോകുന്നത്, സപ്പോസ് ഞാൻ ഈ വരച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിനിനകത്ത് ആറ്റംസ് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഇൻ 3 ഡയമെൻഷനിലാണ് നമ്മൾ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഓരോ പ്ലെയിനും ആറ്റംസ് എങ്ങനെ അറേഞ്ച് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പ്ലെയിനാണ് കാണിച്ചേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്ലെയിനാണ്, അങ്ങനെ അസ്യൂം ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ലെയർ ഓഫ് ആറ്റംസിനെ എനിക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ രണ്ട് ആറ്റംസ് കൂടിച്ചേരുന്ന അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു റീജിയൻ കണ്ട, ആ ഒരു ഡിപ്രഷൻ, അവിടേക്ക് ഞാൻ രണ്ടാമത്തെ ലെയർ ഓഫ് ആറ്റംസിനെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുന്നേ ഈ പ്ലെയിൻ ഓഫ് ആറ്റംസിനെ ഞാൻ A എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത് ഞാൻ ഈ രണ്ട് ആറ്റംസ് കൂടിച്ചേരുന്ന ഡിപ്രഷനിൽ, ആ ഡിപ്രഷൻ വരുന്ന ഭാഗത്ത് ഞാൻ രണ്ടാമത്തെ ലെയർ ഓഫ് ആറ്റംസിനെ അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് ആറ്റംസിനെ ആഡ് ചെയ്യുന്നു. ആ ലെയറിനെ B എന്ന് വിളിക്കുന്നു. കണ്ടോ, അപ്പോൾ ആദ്യത്തെ ലെയർ A. അപ്പോൾ ഈ രണ്ട് ആറ്റംസിൻ്റെ ഇത് ലെയർ A. അപ്പോൾ ഈ രണ്ട് ആറ്റംസിൻ്റെ ഡിപ്രഷൻ വരുന്ന ഭാഗത്ത് ഞാൻ മേളിലത്തെ അല്ലെങ്കിൽ അടുത്ത ലെയറുള്ള അടുത്ത പ്ലെയിനുള്ള ആറ്റത്തെ പ്ലേസ് ചെയ്തുണ്ടാവും. ഈ രണ്ട് ആറ്റത്തിൻ്റെ ഡിപ്രഷൻ വരുന്ന ഭാഗത്ത് അടുത്ത ലെയറിലുള്ള ആറ്റത്തെ അല്ലെങ്കിൽ അടുത്ത പ്ലെയിനുള്ള ആറ്റത്തെ പ്ലേസ് ചെയ്തു. ഇനി മൂന്നാമത്തെ ആറ്റത്തിന് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ B എന്ന് പറയുന്ന ലെയറിൻ്റെ ആ രണ്ട് ആറ്റംസ് ജോയിൻ ചെയ്യുന്ന ആ ഡിപ്രഷൻ കണ്ടോ, അതിൻ്റെ മേളിൽ ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. അങ്ങനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലേസ് ചെയ്യുന്ന ആറ്റവും താഴത്തെ A ലെയറിലുള്ള ആറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ രണ്ട് ആറ്റംസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1 above the other ആയിട്ട് വരും. അതായത് ഞാൻ വരയ്ക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ രണ്ടാമത്തെ ലെയറിലെ ഈ രണ്ട് ആറ്റംസിൻ്റെ ഡിപ്രഷൻ ഫോം ചെയ്യുന്ന ഭാഗത്ത് ഇവിടെ ഒരു ആറ്റത്തെ പ്ലേസ് ചെയ്തു. അപ്പോൾ നോക്കി, ഈ ആറ്റവും ഒരേ ലെവലിലല്ലേ വന്നേക്കുന്നത്. അതേപോലെ ഈ ആറ്റവും ഒരേ ലെവലിലല്ലേ വന്നേക്കുന്നത്. ഇതും ഒരേ ലെവലിലാണ് വന്നേക്കുന്നത്. അതിൻ്റെ മീനിങ് എന്തുവാണ്, ഈ ഏറ്റവും മേലത്തെ ലെയർ എന്ന് പറയുന്നത് ലെയർ Aക്ക് സിമിലറാണ്. സോ ഇങ്ങനെ ആറ്റംസ് അറേഞ്ച് ചെയ്ത് പോകുന്നതിനാണ് AB അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുന്നതിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടിന്യൂറ്റി ഫോളോ ചെയ്ത് പോകാതെ സപ്പോസ് ഇതിന് മുകളിൽ ABക്ക് മുകളിൽ വേറെ രീതിയിൽ ആറ്റംസ് അറേഞ്ച് ചെയ്ത് വന്നിട്ട് സപ്പോസ് അതിനെ നമുക്ക് C എന്ന് വിളിക്കാം. അങ്ങനെ വരുവാണെങ്കിൽ, അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ട്. AB ഉണ്ട്, ABC ഉണ്ട്. FCC ആണെങ്കിൽ ABC ആയിരിക്കും. HCP സ്ട്രക്ചർ ആണെങ്കിൽ AB ആയിരിക്കും. അപ്പോൾ അങ്ങനെ
ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് ഫാൾട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാക്കിംഗ് സീക്വൻസിൽ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഫാൾട്ടിനെയാണ് നമ്മളെന്ന് പറയുന്നത് സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാക്കിംഗ് ഫോൾട്ട് ആയപ്പോഴത്തേക്ക് നമ്മുടെ സർഫസ് ഡിഫക്റ്റ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, വോളിയം ഡിഫക്റ്റ്. വോളിയം ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൾസോ നോൺ ആസ് 3 dimensional ഡിഫക്റ്റ്. സോ വോളിയം ഡിഫക്റ്റിനകത്ത് വരുന്നതാണ് വോയിഡ്സ്, ഇൻക്ലൂഷൻസ്. വോളിയം ഡിഫക്റ്റ് അത്ര ഇമ്പോർട്ടൻസ് അല്ല. വോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ആർ മിസ്സിങ് ഫ്രം ദി ലാറ്റിസ്. പോയിന്റ് ഡിഫക്റ്റിൽ എന്ത് വരുന്നു, ഒരു ആറ്റം ആയിരുന്നു മിസ്സിങ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു കൂട്ടം ഓഫ് ആറ്റംസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഒരു സ്പേസിൽ നിന്നും, അതായത് അതൊരു വോളിയം, ഒരു പർട്ടിക്കുലർ സ്മോൾ വോളിയം ഓഫ് ആറ്റംസ് എന്താണ് അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിനാണ് എന്ന് പറയുന്നത് വോയിഡ്സ് എന്ന് പറയുന്നത്. ഇൻക്ലൂഷൻസ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സ്ലാഗ് ഇൻ ദി മോൾട്ടൺ മെറ്റൽ. അപ്പം നമ്മളവിടെ പോയിന്റ് ഡിഫക്റ്റിനകത്തും ഇമ്പ്യൂരിറ്റീസ് വന്നത്, പക്ഷേ അതെന്ന് പറയുന്നത് 1-2 ആറ്റംസ് ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് വരുന്നുണ്ട്. അപ്പം അതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. സോ വോയിഡ്സ് ആൻഡ് ഇൻക്ലൂഷൻസ് ആർ വോളിയം ഡിഫക്ട്സ്. So defect in crystalline solids are classified into point defect or 0-dimensional defect, line defect or 1-dimensional defect, surface defect or 2-dimensional defect, volume defect or 3-dimensional defect. ഇതിൽ എഡ്ജ് ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പോയിന്റ് ഡിഫക്റ്റ്, ഷോർട്ട് കീ ഡിഫക്റ്റ്, ഫ്രങ്കൽ ഡിഫക്റ്റ് ഒക്കെ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. സോ എഡ്ജ് ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പർഗേഴ്സ് വെക്ടറിൻ്റെ കാര്യം പറയാൻ അല്ലെങ്കിൽ എഴുതാൻ വിട്ടുപോകരുത്. ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്.